السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 36-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന സത്യനിഷേധികളായ കാഫറുകളായ ആളുകളെ സംബന്ധിച്ചാണ് ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ ശേഷം മനുഷ്യന്മാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവത്തെ സംബന്ധിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ സൗരീകും ആയാതി ഫലാ തസ്തഅജിലൂൻ. خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون متى هذا الوعد إن كنتم صادقين. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار. حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. ശ്രദ്ധിക്കേണ്ടത് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. ഖുലിഖൽ ഇൻസാനു, ഇൻസാൻ എന്നുള്ള നൂന് വെളിവാക്കേണ്ട മണിച്ചിട്ട് ഓതുക. ഇൻസാനു മിൻ അജലിൻ, മിൻ എന്നുള്ള ഇൽഹാർ ചെയ്യണം. ഐന് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. നിർത്തിയതാണെങ്കിൽ മിൻ അജൽ. അജൽ എന്നല്ല, ഐനാണ്. അജലും ഖുർആനിലുണ്ട്, അജലും മുസമ്മ. ഇത് അജലാണ്.
രണ്ടും അർത്ഥ വ്യത്യാസമുണ്ട്. അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്നർത്ഥം, അജൽ എന്ന് പറഞ്ഞാൽ ധൃതി എന്നാണ് അർത്ഥം. സ ഉരീക്കും ആയാത്തി, അവിടെ വാവിന് ഉച്ചരിക്കാൻ പാടില്ല, സ ഊ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. സ ഉരീക്കും ആയാത്തി, അവിടെ അസ്ലിയ മദ്ദേ ഉള്ളൂ. ഫല തസ്തഅജിലൂൻ, തസ്തഅജിലൂൻ, അവിടെ ലാമ കുറച്ച് നീട്ടിയതാ, തസ്തഅജിലൂൻ. പിന്നെ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും, ഇൻ കുൻതും എന്നല്ല, ഇൻ കുൻതും സ്വാദിഖീൻ. അവിടെ വഖഫിൻ്റെ അവിടെ നീട്ടിയിട്ട് എന്ത് ചെയ്യാം, നിർത്താം. പിന്നെ ലൗ യഅലമുല്ലദീന കഫറു, കഫറു, കഫറൂ എന്ന് കുറേ നീട്ടേണ്ട ആവശ്യമില്ല, രണ്ടക്ഷരം നീട്ടിയാൽ മതി. കഫറു ഹൈന ലാ യകുഫൂന, ലാ യകുഫൂന, കാഫ് യകുഫൂന, യുകഫൂന അല്ല, യകുഫൂന അൻ വുജൂഹിഹിം, അൻ എന്നല്ല, അൻ വുജൂഹിഹിം. അവിടെ നൂന് സൈലൻ്റ് ആണ്, ഇതിലേക്ക് മണിച്ചിട്ടാണ്, വാവിനെ മണിച്ചിട്ട് ഓതണം. അൻ വുജൂഹിഹിമുന്നാർ, വുജൂഹിഹിമുന്നാർ, രണ്ട് ഹാക്കും കസ്റാണ്. വുജൂഹിഹിമുന്നാർ, വുജൂഹിഹിമുന്നാർ എന്നാണ്. വലാ അൻ ദുഹൂരിഹിം, വലാ അൻ എന്നുള്ള അൻ ദുഹൂരിഹിം, വലാഹും യുൻസറൂൻ, യുൻസറൂൻ സ്വാദാണ്, യുൻസറൂൻ. അപ്പോൾ കഴിഞ്ഞ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ റഅകല്ലദീന കഫറൂ ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസ്വ അഹാദല്ലദീ യദ്കുറു ആലിഹതകും വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കണ്ടാൽ കാഫറുകളായ ആളുകൾ റസൂലുള്ളാഹിനെ പരിഹസിക്കും. അത് എന്നിട്ട് അവർ പറയും, ഇയാളാണോ നമ്മുടെ ഇലാഹുകളെ ചീത്ത പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ പരിഹസിക്കും. അള്ളാഹുവിൻ്റെ ദിക്റിനെ സംബന്ധിച്ച് കാഫറുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ. ഖുലിഖ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കപ്പെട്ടു. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മിൻ അജലിൻ. അജൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ധൃതി എന്നർത്ഥം. അജൽ, അജൽ എന്ന് പറഞ്ഞാൽ ധൃതി എന്നർത്ഥം. അജൽ എന്ന് പറഞ്ഞാൽ അവധി, അതായത് അവൻ്റെ എന്താ പറയുക, അവൻ്റെ അവധി എത്തി എന്നൊക്കെ പറയില്ലേ, അജലുഹു എന്നൊക്കെ പറഞ്ഞാൽ അത് നിശ്ചയിക്കപ്പെട്ട സമയം, ഇതൊക്കെയാണ് അജൽ എന്ന് പറഞ്ഞത്. നിശ്ചയിക്കപ്പെട്ട സമയം അല്ലെങ്കിൽ അവധി. അപ്പം മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അജലിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഫിത്രത്തിൽപ്പെട്ടതാണെന്ത്, ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നവരെ കുറിച്ചാണ്. എന്നിട്ട് തൊട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു മനുഷ്യന്മാർക്ക് തിരക്ക് കൂട്ടുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ. അപ്പം ഈ രണ്ട് ആയത്തുകളും തമ്മിൽ ഒരു മുനാസബത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ട്. അത് തഫ്സീറിൽ കാണാൻ പണ്ഡിതന്മാർ പറഞ്ഞായിക്കൊണ്ട് എന്താണ് ബന്ധം ചോദിച്ചാൽ, അപ്പം സാധാരണയായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകനെ പരിഹസിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ പരിഹസിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അവിടെ മനസ്സെന്ത് ചെയ്യും, വേദനിക്കും. അപ്പം അവിടെ മനസ്സിലെന്താ ഉണ്ടാകുക, പടച്ചോനെ ഈ ഖൗമിനൊരു അദാബ് ഇറങ്ങിയെങ്കിൽ ഇവരല്ലാഹു എത്രയും പെട്ടെന്ന് നശിപ്പിച്ചെങ്കിൽ എന്ന ഒരു ചിന്തയാണെന്നുണ്ടാകുക, മനുഷ്യന്മാർക്കുണ്ടാകുക. അങ്ങനെയല്ല ഉണ്ടാകുക, ഓല് കുറേ കാലം ജീവിക്കണമെന്നല്ലോ. അതായത് ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മയുടെ ആളുകൾ ഈ ലോകത്ത് നശിച്ചു പോകണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി വേഗത്തിൽ അദാബിറക്കണം എന്ന ഒരു ചിന്തയാണ് പൊതുവെ എന്തുണ്ടാകുക, ആളുകൾക്കുണ്ടാകുക. മനസ്സിലായില്ലേ? അതാണ് ഈ ആയത്തിൻ്റെ മുനാസബത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിഹസിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് മനുഷ്യർക്ക് തിരക്കുണ്ടാവും. അള്ളാഹു പറയാണ് തിരക്കൂട്ടണ്ട, അള്ളാഹ് എന്ത് ചെയ്തോളും, നോക്കിക്കോളും. അപ്പം അതാണ് സൗരീക്കും ആയാത്തി ഫലാ തസ്തഅജിലൂൻ.
അള്ളാഹു അവൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളെന്ത് ചെയ്യണ്ട? ധൃതി കാണിക്കേണ്ടതില്ല. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില സംഗതികളൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുമ്പ് ഈ ധൃതിയുമായി കൊണ്ട് ബന്ധപ്പെട്ട സൂറത്ത് ത്വാഹയിലെ ആയത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഒമാ അജലക്കൻ ഖൗമിക മൂസ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരക്കൂട്ടി വന്നല്ലോ തൂരിസീന പർവ്വതത്തിലേക്ക്. അപ്പോഴാണല്ലോ സാമരി പടി പറ്റിച്ച്. അപ്പോൾ അവിടെ നമ്മൾ വിശദീകരിച്ചിരുന്നു, ആർക്കും ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. ഇസ്ലാമിൽ അജലത്ത് മംദൂഹത്തുണ്ട്, മദ്മൂമത്തുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ധൃതിയുണ്ട്. അതേ സമയത്ത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ധൃതികളുമുണ്ട്. ഇപ്പോൾ ഇസ്ലാമിൽ ധൃതി ആവശ്യമുള്ള ചില സംഗതികളുണ്ട്. മുമ്പ് പറഞ്ഞിരുന്നു, ആർക്കും ഓർമ്മ ഉണ്ടോ? ഒന്നെന്താണ്? ഒന്ന് ഇസ്തിഗ്ഫാർ, തൗബ. അതാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ തിരക്ക് കൂട്ടേണ്ട സംഗതി ഏതാണ്? സുമ്മ യതൂബൂന മിൻ ഖരീബ്. ഒരു തിന്മ ചെയ്താൽ അവർ ഉടനടി എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. അത് പിന്നെ ഇന്നക്ക് നാളേക്ക് പിന്നെ നമ്മൾ പിന്നാക്കാ. അതിന് പിന്നെ സൗഫ എന്ന് അറബി പറയാം. അതിന് അറബി ഭാഷയിൽ തസ്വീഫ് എന്ന് പറയും. തസ്വീഫ് എന്ന് പറഞ്ഞാൽ തസ്വീഫ് എന്ന് പറഞ്ഞാൽ പിന്നാക്ക. സോഫ എന്താ? പിന്നീട് രാവിലെ വിചാരിക്കും വൈകുന്നേരമൊക്കെ, വൈകുന്നേരം വിചാരിക്കും രാവിലെ അല്ല നല്ല സമയം, ഇപ്പം രാവിലെ പിന്നെ വിചാരിക്കും വൈകുന്നേരമൊക്കെ. അതിനാണ് തസ്വീഫ് എന്ന് പറയാം. സോഫ എന്ന് പറയാം. അപ്പം ഇത് ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത് ഒന്നാമത്തെ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ധൃതി കാണിക്കേണ്ട ഒന്നാണ് അത്തൗബ വൽ ഇസ്തിഗ്ഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് ചെയ്തു വന്നു പോയാൽ സുമ്മ യതൂബൂന മിൻ ഖരീബ് വഇദാ ഫഅലു ഫാഹിശത്തൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ തെറ്റുകൾ ആർക്കും സംഭവിക്കാം, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ അവക്കനുസരിച്ചും അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഒക്കെ അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷേ സുമ്മ യതൂബൂന മിൻ ഖരീബ്, വേഗത്തിൽ എന്ത് ചെയ്യണം? വലം യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്ത ആ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഉറച്ചു നിൽക്കാൻ പാടില്ല. അതിന് ന്യായീകരിച്ച് ഇങ്ങോട്ടാക്കി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ തിരക്കൂട്ടേണ്ട കാര്യം ഏതാണ്? നന്മകളിലേക്ക്, അഥവാ ഖൈർ. പിന്നെ ഫഫിറു ഇലല്ലാഹ്, ഖുർആനിൽ ഫഫിറു ഇലല്ലാഹ് എന്നുണ്ട്. സാബിഖു ബിൽ ഖൈറ വഫീ ദാലിക ഫലതനാഫസുൽ മുതനാഫിസൂൻ യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ നന്മകളിലേക്ക് എന്ത് ചെയ്യണം? തിരക്കൂട്ടണം. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ, നേരത്തെ പറഞ്ഞ സൗഫ പിന്നാക്ക. പിന്നെ ഇപ്പം സുബൈക്ക് ഇപ്പോൾ തണുപ്പല്ല, ഇനി ളുഹറിന് ജമാഅത്തിന് പോവാം. സുബൈക്ക് അടക്കട്ടെ, സുബൈ പള്ളിക്ക് നിൽക്കാം. ആ ളുഹറിനാകുമ്പോൾ തിരക്കായി, ഇനി അസറിനാക്കാം. അസറിനാകുമ്പോൾ തിരക്കായി, ഇനി മഗ്‌രിബായി, ഇനി പേശായ ഏതായാലും പെരിയ പോകാനായി. അങ്ങനെ പോകും. അപ്പം യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറാത്തുകൾക്ക് തിരക്കൂട്ടണം. മൂന്നാമത്തെ കാര്യം, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തജ്ഹീസ്, ഇതൊക്കെ വേഗത്തിൽ ചെയ്യേണ്ട കാര്യം. തജ്ഹീസുൽ മയ്യിത്ത്. തജ്ഹീസുൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മയ്യത്തെ സംസ്കരണം. അതൊരിക്കലും നേരം വൈപ്പിക്കാൻ പാടില്ല. ഞാനും കാണാണ്ടോ മുദ്രയിക്കാൻ വരുന്നുണ്ടോ ഇതൊക്കെ അങ്ങനെ നമ്മളെ പള്ളിക്കൽ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് നിസ്കാരത്തിൻ്റെ സമയമില്ലാത്ത മയ്യത്ത് നിസ്കാരം ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്മളെ നാട്ടിൽ മാത്രമല്ലല്ലോ മരണം, എല്ലായിടത്തും മരണമില്ലേ. പക്ഷേ അറബ് രാജ്യങ്ങളിലും മറ്റുള്ള ഉത്തരേന്ത്യയിലൊക്കെ ജമാഅത്തിൻ്റെ സമയത്താണ് മയ്യത്ത് നിസ്കാരം ഉണ്ടാകുക. ആ ജമാഅത്തിന് പള്ളിക്കെത്തുക. മറ്റേന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കെട്ട സ്ഥലത്ത് 11:30 നിസ്കാരം, അല്ലെങ്കിൽ 8:30 നിസ്കാരം, അതല്ലെങ്കിൽ പിന്നെ 3 മണിക്ക് നിസ്കാരം. എന്നിട്ട് ഈ 3 മണിക്ക് സ്കെച്ച് മയ്യത്ത് സ്കെച്ച് പിന്നെ 4 മണിക്ക് പിന്നെ പള്ളിക്ക് വരണ്ടേ? പള്ളിക്ക് വരാത്തവർക്കാണ് തിരക്കിടില്ല, പള്ളിക്ക് വരുന്നതിൽ പിന്നെയും വരണ്ടേ? അതേസമയത്ത് ആ ജമാഅത്തിൻ്റെ സമയത്തേക്ക് മയ്യത്ത് നിസ്കാരാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു വരവിന് 2 നിസ്കാരം നിസ്കരിച്ച് പോകാം. ആളുകളുടെ സൗകര്യത. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ. നമ്മുടെ നാട്ടിലെന്തോ വജ്ദന അലഹി അബാന കാരണം മോഡൽ, അല്ലെങ്കിൽ ഒരു എമർജൻസി കേസൊക്കെ ആണെങ്കിൽ അത് ഇത് നമ്മുടെ നാട്ടിലെ ആദത്ത് അങ്ങനെ തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ തജ്ഹീസുൽ മയ്യിത്ത്. അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അന്നിക്കാഹ്.
അതായത് വിവാഹത്തിന് പ്രായം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫമനിസ്തതഅ മിൻകുമുൽ ബാഅ ഫലയതസവ്വജ്. അത് 2 കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നെന്താണ്? ഇനിയിപ്പോൾ തിരക്കൂട്ടുണ്ടോ, ആലോചിച്ച് ചെയ്താൽ മതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിലുണ്ട്, സലാസുൻ ലാ യജൂസുൽ ലഅബു ഫീഹിന്ന. കല്യാണം കഴിക്കാത്തവരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ കളിതമാശയാക്കരുത്. ഇന്നിപ്പോൾ ഇതൊക്കെ കളിയാണ്. ഒന്നെന്താ വെച്ചാൽ അത്വലാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്വലാഖ്. ത്വലാഖ് ഒരിക്കലും കളിതമാശയല്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹമോചനം എന്നുള്ളത് പ്രശ്നമല്ല. കല്യാണം കഴിക്കുക, ഓള് പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ, എൻ്റെ മുറയിൽ നാട്ടിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്ത്, പിന്നെ ഓള് നിറയില്ലാന്ന്. ഓൻ പിന്നെ ആകാശത്തൊക്കെ നോക്കിയതിന് പെണ്ണെണ്ണ പോയപ്പോൾ ഓള് നിറയില്ലല്ലോ. ഓള് നിറയില്ല എന്നുള്ള എപ്പോഴാണ് കണ്ടത്? കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് നിറയില്ലാതെ തോന്നിയത്. എന്നിട്ട് ആ പെണ്ണിനെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്ത് പെണ്ണ്. അത് വേറെ വിഷയം. ആത്മഹത്യ ചെയ്യാൻ പാടുന്നത് വേറെ കാര്യം. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ കോമല അതൊക്കെ നടക്കണത്. അതുപോലെ തന്നെ പിന്നെ ത്വലാഖ്. പെണ്ണുങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പറയും എനിക്ക് വേണ്ട. അപ്പം എൻ്റെ മുന്നേ പറഞ്ഞൂടെ? ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ ഒരിക്കൽ റസൂൽ പറഞ്ഞു ലാ യജൂസുൽ ലഅബു ഫീഹിന്ന. അത് കളിതമാശയല്ല. ഒന്ന് ത്വലാഖാണ്, 2 നിക്കാഹ്, 3 അൽഇത്ഖ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിമത്വ മോചനം. ഇപ്പം നമ്മുടെ നാട്ടിലില്ല. ഇന്നിപ്പോൾ കല്യാണം ത്വലാഖൊക്കെ കല്യാണമൊക്കെ ഒരു ആർഭാടാണല്ലോ. ഇസ്ലാമിനൊരു ഇബാദത്തായിരുന്നു കല്യാണം ആർക്ക് തോന്നുന്നുണ്ടപ്പം ഉണ്ടോ? ഇപ്പോഴത്തെ കല്യാണമൊക്കെ കണ്ടാൽ ഇതിപ്പോൾ ഇസ്ലാമിനൊരു ഇബാദത്താണ്, പഠിച്ചവനെ കൂലിട്ടിട്ട് കാര്യം ആർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഒക്കെ മാറിപ്പോയി. അപ്പോൾ ഈ റസൂലുള്ളാഹി പറഞ്ഞത് മനിസ്തതഅ മിൻകുമുൽ ബാഅ ഫലയതസവ്വജ്. അത് പിന്നെ ബാഅത്തി കഴിഞ്ഞാൽ, പുരുഷന്മാരുടെ റസൂൽ പറഞ്ഞു ബാഅത്തി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. അവിടെ ഫഇന്നഹു അഅദു ലിൽ ബസരി വഅഹ്സനുൽ ഫർജ്. അവൻ്റെ ലൈംഗിക വിശുദ്ധിക്കും കണ്ണിൻ്റെ വിശുദ്ധിക്കും അത് ഏറ്റവും നല്ലതാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ സാധാരണ എന്താ വെച്ചാൽ +2 കഴിഞ്ഞ് പറയും ഡിഗ്രി ചെയ്യട്ടെ, ഡിഗ്രി കഴിഞ്ഞിട്ട് പറയും ഞാൻ PG എടുക്കട്ടെ, PG എടുത്ത പറയും ഞാനൊരു ജോലി ഇട്ടട്ടെ, ജോലി ഇട്ടിട്ട് പറയും ഇനിയിപ്പോൾ കല്യാണമൊക്കെ വേണോ, ഇനിയിപ്പോൾ എന്തെങ്കിലും. ആ കല്യാണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ കുട്ടികളായി, പിന്നെ അമ്മായിമായി, അമ്മോശലായി, അങ്ങോട്ടായി ഇങ്ങോട്ടായി. ഇതിപ്പോൾ എന്താ വെച്ചാൽ പണ്ടാര പറഞ്ഞോണ്ട് പാറി നടക്കും പക്ഷികളൊന്നും വെളി കഴിക്കാറില്ല എന്ന ഏതൊരു കൊന്തം പാടിയെന്നല്ലോ. അതാണിപ്പോൾ നമ്മളെ ആളുകളാണ് അവസ്ഥ. അല്ലാഹുൽ മുസ്തആൻ. അപ്പം ഇത് ഒരിക്കലും പാടില്ല. ഇൽമു പഠിക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഇൽമു പഠിക്കാൻ വേണ്ടി കല്യാണം മുടക്കാൻ പാടുണ്ട്. ജൂസ് എന്ന് പറഞ്ഞു പാടില്ല. ശരി, അതുകൊണ്ടുള്ള ഫിത്ന നാട്ടിലുണ്ട്. അത് പറയും. അപ്പം ഇത് വൈകിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിൽ നമസ്കാരം വൈകിപ്പിക്കാൻ പാടില്ല. അതൊക്കെ ഈ ഹൈറാത്തിൽ പെടും. സമയമായി കഴിഞ്ഞാൽ ചെയ്യണം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ഹജ്ജു. ഒമൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ. ഇതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ വേഗത്തിൽ ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷം അവൻ്റെ ആരോഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല, അവൻ്റെ സമ്പത്തുണ്ടാവുമെന്ന് അറിയില്ല. ഇനി ആരോഗ്യ സമ്പത്തുണ്ടായാലും അവന് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നറിയില്ല. കാരണം എന്തും സംഭവിക്കാമല്ലോ ലോകത്ത്. അപ്പം അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഇനി ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തിരക്കൂട്ടേണ്ട സംഗതികളാണ്. ധൃതി കാണിക്കാൻ പാടില്ലാത്ത സംഗതികൾ എന്താ വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഇസ്ലാമിൽ തത്വമുണ്ട്. അതായത് മനിസ്തഅജല ബിശൈഇൻ ഉഖിബ ബിഹുർമാനിഹി. ഇത് ഒരു ഖായിദയാണ് ഇസ്ലാമിൽ. അതായത് ഒരു കാര്യത്തിലേക്ക് ഒരാൾ അനാവശ്യമായി ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം അയാൾക്ക് തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഇതിൻ്റെ ഖായിദന് ഉദാഹരണം. ഇപ്പോൾ ബാപ്പാക്ക് നല്ല സ്വത്തുണ്ട്, ബാപ്പാക്ക് എന്തുണ്ട്
സ്വത്തുണ്ട്. വാപ്പ വയസ്സായിട്ടും മരിക്കണില്ല. ഒരു 100 വയസ്സായി അല്ലെങ്കിൽ 102 വയസ്സായി. ഈ വാപ്പ മരിച്ചിട്ട് വാപ്പാൻ്റെ സ്വത്തിട്ടിട്ടാണ് മക്കൾക്ക് എന്ത് ചെയ്യാണ്, അത് നോരിച്ചെടുക്കാൻ. അപ്പം എന്ത് ചെയ്യുക, മക്കളെല്ലാവരും കൂടി വാപ്പാക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് കൊല്ല. എന്നെന്താ ഉണ്ടാകുക, ഒത്തടയപ്പെടും. ഒറ്റ മക്കൾക്കും സ്വത്തിട്ടില്ല. അതായത് ഒരു അവന് കിട്ടേണ്ട ഒരു അവകാശം, ആ കിട്ടേണ്ട അവകാശം അവനിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യൂല, അതൊരിക്കലും അവന് കിട്ടൂല. ഇതേപോലെ തന്നെ വസിയത്തിൻ്റെ വിഷയത്തിലുണ്ട്. ഇപ്പോൾ ഒരാളൊരു മയ്യത്ത് എന്ത് ചെയ്തു, വസിയത്ത് ചെയ്തു. ഒരാൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം എനിക്കാണ്. അയാൾ മരിച്ചണ്ടേ, അയാൾ മരിച്ചെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മൂപ്പരില്ലാതാക്കാനുള്ള പണി ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് കിട്ടില്ല, ഈ വസിയത്ത് നടപ്പിലാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇത് അതായത് നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം അത് ലഭിക്കാൻ വേണ്ടി ഇസ്ലാമികമല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വസ്തു അവന്തിയും തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. മനസ്സിലല്ലേ? അതേപോലെ തന്നെ നമുക്ക് തിരക്ക് കൂട്ടാൻ പാടില്ലാത്തൊരു വിഷയം, നമുക്കൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു വർത്തമാനം കിട്ടിക്കഴിഞ്ഞാൽ ആ വർത്തമാനം നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, തിരക്ക് കൂട്ടാൻ പാടില്ല. അത് ധൃതി കാണിക്കാതെ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഇപ്പോൾ ആ ആയത്തരങ്ങളുടെ പശ്ചാത്തലമൊക്കെ മുമ്പ് പറഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കണ്ട. അതേപോലെ തന്നെയാണ് നമ്മൾ പിന്നെ വേറെയും ഒരുപാട് സംഗതികൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല. പിന്നെ തിരക്ക് കൂട്ടാൻ, അതേപോലെ തന്നെ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ ധൃതി കാണിക്കാൻ പാടില്ല. അലൈക്കും ബിൽ വഖാർ വസക്കീന, നിങ്ങളെന്ത് ചെയ്യണം, സാവധാനത്തിൽ പോകണം. ഫമാ അദറക്തും, നിങ്ങൾക്ക് എത്രയാണ് റക്അത്ത് കിട്ടിയത് നിങ്ങൾ നിസ്കരിച്ചോളി, ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കുക. അയർച്ച കണ്ടിങ്ങനെ ഇങ്ങനെ ആടിപ്പാടി പോകണമെന്നല്ല പറഞ്ഞർത്ഥം. ഒരു ധൃതി കൂട്ടിയിട്ട് ഇങ്ങനെ കതച്ച് ഇങ്ങനെ അള്ളാൻ്റെ മുമ്പ് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഒരു പിന്നെ നന്മയിലേക്കുള്ള ധൃതി കാണിക്കലുണ്ട്, അതുപോലെ തന്നെ തിന്മയിലേക്ക്. ഖുർആനിൽ ഇസ്തഅജല എന്ന് പ്രയോഗിച്ചതെല്ലാം ഒരു പിന്നെ ഒരു പുകഴ്ത്തലല്ല. ഇസ്തിഅജാൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഖൈറ് പറയുന്ന സ്ഥലത്തല്ല ഇസ്തിഅജാൽ. ഖൈറ് പറയുന്നിടത്തൊക്കെ വസാരിഉ യുസാരിഊന എന്നുള്ള പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. യസ്തഅജിലു ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞില്ല, യസ്തഅജിലു ബിൽ ഖൈറാത്ത്, യുസാരിഊന ഫിൽ ഖൈറാത്ത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മൾ സുറ എന്ന് പറയുന്നത്. അപ്പം ആ യുസാരിഊന എന്നുള്ള പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നന്മയെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത്. അൽ അജലത്തു മിന ശൈത്താൻ എന്ന ഹദീസിലുണ്ട്. പിന്നെ പിശാചിൽ നിന്നാണ്. പിന്നെ ഹദീസ് ചെറുതുണ്ട്, പക്ഷെ ആശയം ശരിയാണ്. പക്ഷെ എല്ലാ അജലത്തും അല്ല. നേരത്തെ പറഞ്ഞ പോലെ അജലത്ത് തിന്മയിലേക്കുള്ളൊരു അജലത്തുണ്ട്, തിരക്കൂട്ട ധൃതി കാണിക്കുക. ആ ധൃതി പിശാചിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വെച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് തിരക്കൂട്ടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ തിരക്കൂട്ടാം. ഇപ്പം നമ്മൾ വിചാരിക്കുമല്ലോ, പലസ്തീനിൽ ഇപ്പോൾ എത്ര 400 ചില്ലാനും ദിവസങ്ങളായി ഈ ഇസ്രായേൽ നരനായിട്ട് നടത്തണം. എന്താ പടച്ചോൻ ശിക്ഷിക്കാത്ത? നമ്മൾ തിരക്കൂട്ടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സമയമാകുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, പാടില്ല. അമേരിക്ക തീ കെടുത്താൻ കഴിഞ്ഞോ? കടലിൻ്റെ വക്കത്തപ്പോൾ കത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ആലോചിക്കുകയാണ്, ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സ്ഥലം കടലിൻ്റെ തീരത്താണ്. ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും താമസിക്കുന്ന സ്ഥലമാണ് ഈ ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞത്. അവിടെ ഓല പൈസയും ഓല സമ്പത്തും ഓല പ്രശസ്തിയൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ടില്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ചുട്ട് ചാമ്പലാക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പോലെ പറയുന്നത്. ഇതുപോലൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? കാറ്റിനും തടുക്കാൻ അമേരിക്കനും മിസൈലുകൊണ്ട് കഴിയില്ലല്ലോ. അപ്പം അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില സുന്നത്തുകൾ നടപ്പിലാക്കും. അതാണ് അള്ളാഹ് പറഞ്ഞത്, റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന, ദീനെ പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ തിരക്ക് കൂട്ടണ്ട. സ ഉരീക്കും ആയാതി, എൻ്റെ ആയത്തുകളെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. ഫലാ തസ്തഅജിലൂൻ,
നിങ്ങൾ ധൃതി കാണിക്കരുത്. എന്നാൽ എന്താണ് അള്ളാഹിൻ്റെ അദാബ് ഇറങ്ങാത്തത്? എന്താ ശിക്ഷ വരാത്തത്? ഇത് കാഫിരിങ്ങളുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരും, നിങ്ങൾ ഇതൊന്നും പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും എന്താ വരാത്തത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി പരിഹസിച്ചില്ലേ? അവസാനം വന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതേപോലെ തന്നെയായിരിക്കും ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്ന അവസ്ഥ. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കാഫിരിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടെങ്കിൽ അത് ഹക്കായിരിക്കും. ആ ഹക്ക് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുമെന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സംശയം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കണ്ണേർ, എങ്ങനെ ഇപ്പം കണ്ണേർ പറ്റണം നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു ആയത്തിൽപ്പെട്ടതാണ്. അൽ ഐനു ഹഖെന്നൊരു വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ കാണുന്നത് വെച്ചാൽ അത് പിന്നെ കണ്ണ് എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ മൂക്ക് അറിഞ്ഞ് നമ്മൾ പെന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രത്യേക കണ്ണാണ് ആയിക്കോട്ടെ. ആ പ്രത്യേക കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞില്ലല്ലോ. മാത്രമല്ല ഖുറാനിലും ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നിഷേധിക്കണം എന്ന് വെച്ചാൽ നമുക്കതിപ്പോൾ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു കാര്യകാരൻ നമുക്കിപ്പോൾ മനസ്സിലാണില്ല, അത് നിഷേധിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ സൗരീക്കും ആയാത്തി ഫലാ തസ്തഅജിലൂൻ, എൻ്റെ എല്ലാ ആയത്തും കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, തിരക്കൂട്ടണ്ട, നിഷേധിക്കാൻ തിരക്കൂട്ടണ്ട. മറ്റൊരു അദാബ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാഫിരികൾ തിരക്കൂട്ടണം. നമ്മൾ നിഷേധിക്കാൻ തിരക്കൂട്ടാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, നിഷേധിക്കാൻ തിരക്കൂട്ടണ്ട. സൗരീക്കുമായാത്തി, എല്ലാ ആയത്തും ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ജിന്നെ നിഷേധിക്കുന്നവരുണ്ട്, മലക്കളെ നിഷേധിക്കുന്നവരുണ്ട്. ഇസ്ലാമിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഓലെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്നുള്ളതുകൊണ്ട് നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിച്ചവരൊക്കെ അവസാനം ചെയ്തിട്ടുണ്ട്, അംഗീകരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞതാണ് എൻ്റെ ആയത്തുകൾ, അതാണ് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ചക്രവാളങ്ങളിൽ നാം അവർക്ക് കാണിച്ചു കൊടുക്കും ഇതൊക്കെ സത്യമാണെന്നുള്ള കാര്യം. അന്ന് അവർക്ക് മനസ്സിലാവും. ഇനി അതൊന്നും കണ്ടില്ലെങ്കിലും മരിക്കുമ്പോൾ ഏതായാലും മനസ്സിലാവും. മലക്കിനാണ് കാണുമ്പം ഇതൊക്കെ സത്യമെന്ന് മനസ്സിലാവും. പക്ഷെ അപ്പം സത്യം മനസ്സിലായിട്ട് വല്ല കാര്യമുണ്ടോ? റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കിയെങ്കിലേ അതുകൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് കാഫറുകൾക്കാണെങ്കിൽ നമുക്കും ചില പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, അനാവശ്യമായ ധൃതി അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വരാനും നമ്മൾ തിരക്കൂട്ടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ആയത്തുകൾ തള്ളിക്കളയാനും നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. ധൃതി കാണിക്കേണ്ടടുത്ത് തിരക്ക് കൂട്ടേണ്ടടുത്ത് കൂട്ടണം, തിരക്ക് കൂട്ടാൻ പാടില്ലാത്തത് തിരക്കൂട്ടാൻ പാടില്ല. അല്ല, അനാവശ്യമായ ധൃതികളും അനാവശ്യമായ പിന്നെ ഇതൊന്നും ഇസ്ലാമിൽ പാടുള്ളതല്ല. അതുപോലെ തന്നെ പിന്നെ ഖുർആൻ ഓതുമ്പം വലാ തസ്തഅജിൽ ഖുർആൻ കണ്ട എന്ന് പറഞ്ഞ ഓതി പോകാനല്ല അള്ളാഹ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അത് സവർത്തിൽ ഖുർആന തർത്തീല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തഅജിൽ ബിൽ ഖുർആൻ ഖബല യുഖ്ള, നിനക്ക് വഹീ കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണ്ട, തിരക്കൂട്ടുണ്ട്. ലാ തുഹർരിക ബിഹി ലിസാനക ലിതഅജല ബിഹി, നീ നിൻ്റെ നാവിട്ട് എടുത്തിട്ട് ആ ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട് നീ വഹീ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിൽ തിരക്കൂട്ടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു സാവധാനത്തിൽ പിന്നെ ഒരു അവധാനതയോടുകൂടി ചെയ്യേണ്ട സംഗതി. അതുകൊണ്ട് അഷജ് ബിൻ അബ്ദുൽ ഖൈസിൻ്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വഫദുമായിട്ട് വന്ന അഷജ് ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകൾ റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് കാണാണ്. അവർ മദീനയിലേക്ക് എത്തുകയാണ്. പിന്നെ കാണാൻ ആർക്കാ പുതില്ലാതിരിക്കുക. അവർ മദീനയിലേക്ക് എത്തി, എല്ലാവരും ഓടിച്ചെന്ന് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞു. പക്ഷെ അഷജ് ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, അദ്ദേഹം വന്ന് ആ യാത്ര അവിടെ ഒട്ടകത്തൊക്കെ കെട്ടിയിട്ട് ആ യാത്ര ഡ്രസ്സൊക്കെ ഒന്ന് മാറി സുഗന്ധമൊക്കെ പൂശി എന്നിട്ട് സാവധാനം റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ, നിന്നിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അള്ളാഹു അത് രണ്ടും ഇഷ്ടപ്പെടുന്നവയാണ്. ഒന്നെന്താ വെച്ചാൽ, ഒന്ന് അവധാനത എന്ന് പറഞ്ഞാൽ തിരക്കൂട്ടിയില്ല. റസൂലുള്ളാഹിനെ കാണാൻ എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവുമല്ലോ, ആ തിരക്കൂട്ടാത്ത അവധാനത ഉണ്ടല്ലോ. അതുപോലെ തന്നെ അൽ ഹിൽമു ഉൽ അനാത്ത്, വിവേകവും അനാത്ത് എന്ന് പറഞ്ഞാൽ അവധാനത ഉണ്ട്. ഒരു ഒക്കെ അതിന് മട്ടത്ത് ചെയ്യാറില്ല, നമ്മൾ അതിന് മട്ടം പോലെ ചെയ്യുക, തിരക്കും ബേജാറും കൂട്ടാതെ ചെയ്യുക, അതാണ് അനാത്ത് എന്ന് പറഞ്ഞാൽ. ഹിൽമു എന്ന് പറഞ്ഞാൽ വിവേകം. കാരണം റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് കാണണം. അപ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് ഇംപ്രഷൻ പറയില്ല. അപ്പോൾ റസൂൽ ആദ്യമായിട്ട് കാണുമ്പോഴുണ്ടാവുന്ന അതന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുക.
അപ്പം അത് വിശ്വാസിക്കുണ്ടാണ്ടൊരു കാര്യം. അനാവശ്യമായ ധൃതികളും തിരക്കുകളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അത് ഏത് വിഷയത്തിലും കൂട്ടാൻ പാടില്ല. ഇപ്പോൾ കുടുംബ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ത്വലാഖൊക്കെ എത്ര പെട്ടെന്ന് ചൊല്ലും, എന്നെ 3 തുപ്പി അറിയും. ഇപ്പം നമ്മളെ ജാമ്യക്ക് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് ചില ആൾക്കാർ, സമസ്തക്കാർ. കാരണം അവർക്ക് 3 ചൊല്ലിക്കഴിഞ്ഞാൽ 3 പോയി. പിന്നെ കാരണം പടച്ചോനെ പെണ്ണോണിയും കുട്ടികളൊക്കെ പിന്നെ നോക്കുക. 5 കുട്ടികളുണ്ടാവും, 6 കുട്ടികളുണ്ടാവും. ഇനിയിപ്പോൾ തലാഖില്ല, ഇനിയിപ്പോൾ എന്താ കാട്ടുക? അപ്പോൾ മൂല്യന്മാർ പറഞ്ഞു കൊടുക്കും ഷാഫി മദ്ഹബ് അനുസരിച്ച് നിങ്ങളെന്ത് ചെയ്ത് പിരിഞ്ഞ്. ഇനി ഇവിടെ മുകളിൽ ജാമ്യത്തിൽ നിന്നുണ്ട് സലഫി എടുത്ത് ഓർക്കൊന്നേ പോകുള്ളൂ, ഞോരത്ത് പോയിക്കോളി അറിയും. നമ്മൾ അങ്ങനത്തെ ഒക്കെ തിരിച്ചുവിടല. കല്യാണം കഴിക്കാൻ ഷാഫി മദ്ഹബ്, തൊലാഖിലാണ് ഷാഫി മദ്ഹബ്, ഇങ്ങോട്ട് തലാഖ് ജില്ലി പോയപ്പം പിന്നെ സലഫി മദ്ഹബോ? അങ്ങനില്ല. നിങ്ങൾ ഷാഫി മദ്ഹബ് ആണെങ്കിൽ 3 പോയി. ഒക്കെ ചെല്ലുമ്പോൾ നോക്കണ്ടിനി. ചില ദേഷ്യം പിടിച്ചിട്ട് എന്നെ ഞാൻ 3 ചെല്ലിന് ഒറ്റയെടുക്കാണ് പറയും. പിന്നെ ഇക്കാരം ബോധം വരിക. അപ്പം ആ ഇസ്തിഅജാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ടതാണ് അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ രീതി. അതാണ് ഖുലിഖൽ ഇൻസാനു മിൻ അജലിൻ സൗരീകും ആയാതി ഫലാ തസ്തഅജിലൂ വയഖൂലൂന. ഈ ആളുകൾ ചോദിക്കുന്നു മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. എപ്പോഴാണ് ഈ വഅദ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴാണ് വരിക? ഇതാണ് അവർ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ എപ്പോഴാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് വിശദീകരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അള്ളാഹിൻ്റെ അദാബ് വരിക എന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ലല്ലോ, അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹിനെ അവർ പരിഹസിക്കാൻ യഖൂലൂന മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. എപ്പോഴാണ് ഈ സംഭവം, എപ്പോഴാണ് അദാബ് വരിക, എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് മറുപടി പറയും, ലൗ യഅലമുൽ ലദീന കഫറൂ. ഈ കാഫറുകളായ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ അദാബ് വരുമ്പോഴേ സാധാരണ നമ്മൾ വരെ എന്നറിഞ്ഞിങ്ങനെ പരിഹസിക്കാൻ നല്ല എളുപ്പമാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? അപ്പം ഈ പറഞ്ഞ രൂപത്തിലൊന്നുമല്ല ഉണ്ടാകുക. അതാണ് ലൗ യഅലമുൽ ലദീന കഫറൂ ഹീന, ആ സന്ദർഭത്തിൽ ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാർ. കഫ യകുഫു എന്ന് പറഞ്ഞാൽ ശരിക്ക് തടയുക എന്ന്. എന്താ കഫ് എന്ന് പറഞ്ഞാൽ ശരിക്കർത്ഥം? കൈപ്പടക്കാണ് കഫ് അറിയാം. കഫ് എന്ന് പറഞ്ഞത് എന്താണ്? കൈപ്പടക്കാണ് പറയുക. ഈ സാധാരണ നമ്മൾ എന്തിന് വസ്തുവെ തടയൽ എന്തുകൊണ്ടാണ്? കയ്യിലുണ്ട്. അതാണ് കഫ യകുഫു എന്ന് പറഞ്ഞത്, തടയുക എന്നർത്ഥം. കഫ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നർത്ഥം. ഈ പിന്നെ കഫൻ എന്ന് പറഞ്ഞാൽ കൈപ്പട, അതാണ് കഫ്. അതായത് ഒരു ഇതുകൊണ്ട് എന്ത് ചെയ്യുക? തടയാ. അപ്പോൾ കാഫറുകളായ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഹീന, ആ സന്ദർഭം അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് പിന്നെ അവരറിയേണ്ടത്? ലാ യകുഫൂന അൻ വുജൂഹിഹിമുൻ നാർ. അവരുടെ മുഖങ്ങളിൽ നിന്ന് ആ നരകത്തെ, തീയിനെ അവർക്ക് തടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുമ്പോൾ ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് തങ്ങളുടെ മുഖങ്ങളെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ തിരക്കൂട്ടി എപ്പോഴാണ് വരിക എന്നുള്ളത് അനാവശ്യമായി ധൃതി കാണിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത്, അവർക്ക് ആ സംഗതി തിരക്കൂട്ടണ്ട, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. അതായത് ദുനിയാവിലെ അദാബാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ ആലോചിച്ചു, വെള്ളം, കാറ്റ്, അതുപോലെ തന്നെ തീയ്, ഇത് 3 അള്ളാഹു ശിക്ഷ ഇറക്കുന്ന സംഗതികളാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ചില ജന്തുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം കൊണ്ട് അള്ളാഹ് നശിപ്പിച്ചിട്ടുണ്ട്, ശക്തമായ കാറ്റ് കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്, തീക്കാറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, സുഹൃത്ത് കഫിലൊക്കെ കാണാം, തീക്കാറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പൂർണ്ണമായി കത്തിയെരിഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് 3 തടുക്കാൻ മനുഷ്യൻ്റെ ഒരു ഉപകരണങ്ങൾക്കും എന്ത് ചെയ്യൂല, സാധിക്കില്ല. അതുപോലെ തന്നെ ഘോരമായ ശബ്ദം, സായക്കത്ത്, ഇതൊന്നും തടുക്കാനുള്ള അവിടെയാണ് മനുഷ്യൻ്റെ ദൗർബല്യം മനസ്സിലാകുക. എത്ര വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഇപ്പോൾ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹ് പറഞ്ഞ ആയത്ത് നോക്കാം. ഇപ്പോൾ സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ആയത്തുണ്ട്.
സൂറത്ത് ഫാത്തിറിലെ 42, 43, 44 വിശദീകരിക്കുന്ന ഇസ്തിക്ബാറൻ ഫിൽ അർളി വമക്ര സയ്യി വലാ യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബിഅഹ്ലിഹി. അവർ ഭൂമിയിൽ അഹങ്കാരം നടിച്ചു, കുതന്ത്രങ്ങൾ കാണിച്ചു. പക്ഷെ ആ അഹങ്കാരവും കുതന്ത്രമൊക്കെ അവരിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യണത്? തിരിച്ചു പോണത്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. മുമ്പ് കഴിഞ്ഞു പോയുടെ സുന്നത്താണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലൻ തജിദ് ലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ സുന്നത്തിനൊരു മാറ്റം അവർ കാണൂല. വലൻ തജിദ് ലി സുന്നത്തില്ലാഹി തഹ്വീല. അതിന് അള്ളാഹുവിൻ്റെ സുന്നത്തിന് ഒരു പകരവും നിനക്ക് കാണുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവലം യസിറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം കാനു അശദ്ദ മിൻഹും ഖുവ്വ. ഈ പറയപ്പെട്ട മക്കത്തെ മുശ്രിക്കുകളൊക്കെ എത്രയോ ശക്തന്മാരും മല്ലന്മാരുമായിരുന്നവർ. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ ശക്തിമാന്മാർ. പക്ഷെ നമ്മളെക്കാളൊക്കെ ശക്തിയും മല്ലനും ഉള്ള ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാഇ വലാ ഫിൽ അർളി. വാനലോകത്തും ഭൂമിയിലും അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഒന്നും തന്നെയല്ല. പടച്ചോനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കി തീക്കുണ്ടാറുണ്ടാക്കിയപ്പോൾ നമ്രൂദ് പറഞ്ഞ വാചകമുണ്ട്. വലിയൊരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മൂസാനബിൻ്റെ ഇലാഹിനെ ഞാൻ കാണുന്നുണ്ടല്ലോ നോക്കട്ടെ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ സംഭവം ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ അഹങ്കാരമാണ്. അള്ളാഹിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇന്നഹു കാന അലീമൻ ഖദീറ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകം ഞാൻ സന്ദർഭത്തിൽ പറയാണ്. അദ്ദേഹം പറയാണ്, ഫകൈഫ ദമ്മറല്ലാഹു അലൈഹിം വൽ കാഫിരീന അംതല ഫഖുല്ലിയത് മിൻഹും അനാസിലുഹും. അള്ളാഹിൻ്റെ ശിക്ഷ വന്നതോടുകൂടി അവിടെ വീടുകളൊക്കെ ഖാലിയായി. വീടൊക്കെ എന്ത് ചെയ്തു? ഖാലിയായി. വസുലിബു മാ കാനു ഫീഹി മിനൻ നഅം ബഅദ കമാലിൽ ഖുവ്വ. പൂർണ്ണതയുടെ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ പൂർണ്ണത പ്രാപിച്ച ശേഷം അവരുണ്ടായിരുന്ന മുഴുവൻ നിഅമത്തുകളിൽ നിന്നും അവർ എന്ത് ചെയ്യും? സുലിബു എന്ന് പറഞ്ഞാൽ ഊരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് മാറ്റപ്പെട്ടു. വകസറത്തിൽ അദദി വൽ ഉദദ്. ശക്തി കൊണ്ടും എണ്ണം കൊണ്ടും അവർ അങ്ങേയറ്റം ഉണ്ടായിരുന്നു. വകസറത്തിൽ അംവാലി വൽ ഔലാദ് ഫമാ അഗ്നാ ദാലിക ശൈഅൻ വലാ ദഫഅ അൻഹും മിൻ അദാബില്ലാഹി മിൻ ശൈഇൻ. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പം ഈ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ശക്തി കൊണ്ടൊന്നും ഒരു ഉപകാരവും അവർക്കുണ്ടായില്ല. ശരിക്കും അമേരിക്കയിലൊക്കെ അതൊക്കെ കാണുന്നു. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അദാബ് വന്നാൽ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ. അതാണ് ലാ യകുഫൂന അൻ വുജൂഹിഹിം മുന്നാർ. അവിടെ മുഖത്തിൽ നിന്ന് പോലും നരകത്തെ തടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിൽ അവയവമാണ് മുഖം എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ആളുകൾ കൂടുതൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കണമൊക്കെ എന്തിനാ? ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി കൊണ്ടിരിക്കണം എന്തിനാ? കോസ്മെറ്റിക്സിനല്ലേ. ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. ഈ കുറച്ച് ആകെ ഇത്ര പോകുന്ന മൂന്ത ശരിയാക്കാനാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബിസിനസ് ലോകത്ത് നടന്നത്. ഈ കോസ്മെറ്റിക്സ് കുറേ പുട്ടി അങ്ങോട്ടിട്ട്, കുറേ ചോപ്പിട്ട്, കുറേ വെള്ളമിട്ട്, കുറേ മഞ്ഞിട്ട് ആ മുഖം നരകത്തിന് ദർശിക്കാൻ അവർക്ക് സാധിക്കൂല. വലാ അൻ ളുഹൂരിഹിം. പുറം ഭാഗത്തു നിന്നും നിറ മുന്നിലൂടെ വരുന്നതും പിന്നിലൂടെ വരുന്നതും ശിക്ഷ അവർക്ക് തടുക്കാൻ സാധിക്കൂല. അള്ളാഹിൻ്റെ അദാബ് ഏതിലൂടെയും വരാം. വലാഹും യുൻസറൂൻ. അവർ സഹായിക്കപ്പെടുന്നവരുമല്ല എന്ന് പറഞ്ഞ ഒരു മലക്കോ മനുഷ്യനോ അമ്പിയാക്കന്മാരോ ആരും അള്ളാഹുവിൻ്റെ അദാബ് അവരുടെ മുമ്പിലേക്ക് എത്തിയാൽ അവരെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അദാബ് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇസ്തിഹ്സാഅൻ, പരിഹാസം എന്നുള്ള നിലക്ക് പലതിനെയും തിരക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. നിഷേധിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പരിഹാസത്തോടുകൂടി തിരക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. രണ്ടോടും അള്ളാഹ് പറയാണ്, അള്ളാഹിൻ്റെ അദാബ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുഖവും പുറംഭാഗവും എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും ഒന്നും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഇനി അള്ളാഹിൻ്റെ അദാബ് എപ്പോഴാണ് വരിക? അതാണ് അള്ളാഹ് ശേഷം പറഞ്ഞു. ബൽ എന്നാൽ തഅ്തീഹിം, അത് അവരിലേക്ക് വരും. എങ്ങനെ വരിക? ബഗ്തതൻ. ബഗ്തതൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്,
എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി എന്നർത്ഥം. അതായത് അപ്രതീക്ഷിതമായി എന്നറിയാം നമ്മൾ. അപ്രതീക്ഷിതമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് വരുന്നത്. ഒരിക്കലും അതെന്ത് ചെയ്യില്ല, ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പം നോക്കി നിങ്ങൾ, ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലുള്ള പിന്നെ എല്ലാ ശിക്ഷകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇപ്പം നൂഹ് നബിൻ്റെ അതിനെടുക്കുക. നൂഹ് നബി കപ്പലുണ്ടാക്കിയ പോലും പരീക്ഷിച്ചിട്ട് എന്താ ഉണ്ടായത്? ഇപ്പം നിങ്ങൾ അത് നമ്മൾ നൂഹ് നബിൻ്റെ ചരിത്രത്തിൽ ഒരു ഗുണപാഠം കൂടി ഉണ്ട് കേട്ടോ. അതിപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു പുഴ പോലും ഇല്ലാത്ത സ്ഥലത്താണ്, ഒരു വെള്ളം, ഒരു നദിയോ പുഴയോ ഇല്ലാത്ത സ്ഥലത്താണ് നൂഹ് നബി തന്നെ കപ്പലുണ്ടാക്കണം. പക്ഷെ ആ കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ പരിഹസിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അമ്പിയാക്കന്മാർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ആണല്ലോ. അപ്പം അതിൻ്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ പരിഹസിക്കാൻ പാടില്ല. ഇപ്പം ഹദീസിനും അത് ബാധകമാണ്, റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾക്കത് ബാധകമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഒമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. അപ്പം നബി എന്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പം നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ്. നമുക്കിപ്പോൾ മനസ്സിലായില്ല, നമുക്കും ഇതിനെ നൂഹ് നബി കപ്പലുണ്ടാക്കാൻ ആർക്കും മനസ്സിലായില്ല, കാരണം അള്ളാഹിൻ്റെ വഹീൻ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ പിന്നെ മനസ്സിലായി. അപ്പം മനസ്സിലായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ പരിഹാസിച്ചവരൊക്കെ ഔട്ടായിപ്പോയി. ഫഹാല ബൈനഹുമുൽ മൗജ് എന്ന് പറഞ്ഞില്ലേ. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ദീൻ്റെ വിഷയവും. നൂഹ് നബിൻ്റെ കപ്പലുണ്ടാക്കിയപ്പോൾ അന്ന് കാഫിര്യങ്ങൾ പരിഹസിച്ച്, റസൂലുള്ള ദീൻ പറഞ്ഞപ്പം നമ്മൾ പരിഹസിച്ച്. ഈ പരിഹസിക്കുമ്പം സൗരീഖും ആയാത്തി എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചു തരും. അപ്പോൾ പിന്നെ പരിഹസിച്ചോല് അന്ന് ഖേദിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ പിന്നെ ഈച്ച ജ്യൂസ് അറിഞ്ഞിട്ട് എത്ര പരിഹസിച്ചു ചേകനൂരൊക്കെ അല്ലേ. നിങ്ങൾ കുടിക്കുന്ന പാനീയത്തിൽ ഈച്ച വീണാൽ മുക്കി കുടിക്കണം. ഈച്ച ജ്യൂസ് കുടിക്കുകയാണ്, ഇതെന്താ ദീസാണ് ജൂതന്മാർ. ഇപ്പം എന്തായി? ഇപ്പം ഈ ഈച്ചയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ചങ്ങയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി. അറിയെങ്കിൽ നോബൽ സമ്മാനം കിട്ടി. റസൂലുള്ള പറഞ്ഞ സംഭവം. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഇന്ന് പരീക്ഷിച്ചവരൊക്കെ അവിടെ ഓലിങ്ങനെ മേപ്പെട്ടു വെക്കാണ്. അപ്പം ആ ശബാബിൽ തന്നെയാണ് ലേഖനം വന്നത്. അതാണ് വലിയ കൗതുകം. ഇതുമായി ബന്ധപ്പെട്ട അത് പിന്നെ ഈ ജീവജാലങ്ങളിൽ നിന്നുള്ള രോഗപ്രതിരോധ ശേഷിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പിന്നെ ബയോളജിക്കലായിട്ടുള്ള പഠനം നടത്തി ശാസ്ത്രജ്ഞനെ കിട്ടിയത്. ഈച്ചയുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിരുന്നു. വേറെ ജീവികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് വിശദമായ ലേഖനം ഷബാബിൽ തന്നെ വന്നിരുന്നു. ബയോളജിയുമായി ബന്ധപ്പെട്ട് പിന്നെ നോബൽ സമ്മാനം ഈ വർഷമല്ല, മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നുണ്ട്, ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ അവൻ പറഞ്ഞു വെച്ചാൽ ഇന്നിപ്പോൾ അത് പരിഹസിക്കാൻ ആർക്കും ധൈര്യമില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്, നിങ്ങൾ ഈച്ച വീണ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞ് ഇല്ലല്ലോ. നമുക്കത് വെള്ളം കുടിക്കണം തോന്നില്ലെങ്കിൽ കുടിക്കണ്ട, ഹലാസ് ഒഴിവാക്കിയാൽ മതി. പക്ഷെ കുടിക്കുകയാണെങ്കിൽ മുക്കിയിട്ട് കുടിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ചില ആളുകളുണ്ട് അത് നിർബന്ധമാണ്, ഫർദാണ്, സുന്നത്ത്, അങ്ങനൊന്നുമില്ല. ഒരാൾക്ക് തോന്നണെന്ത് കുടിക്കണില്ല, വേണ്ടതാണെങ്കിൽ വേണ്ട, അയാൾ ഹദീസിന് ശരിയൊന്നാവില്ല. പക്ഷേ കുടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മുക്കിയിട്ടേ കുടിക്കാവും. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു സംഗതിക്ക് നമ്മൾ തിരക്ക് കൂട്ടാണ്ട. ഏത് സംഗതിയാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനാണോ അത് നമുക്ക് മനസ്സിലാകാത്തൊരുപാടുണ്ട്. അതാണ് പോലത്തെ തീമ്പകത്തൻ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. ആ പെട്ടെന്ന് സംഭവിക്കുക നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഒരു നിലക്കും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി പിന്നെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാമല്ലോ, തീമ്പകത്തൻ പെട്ടെന്നാണ് വരിക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഒരു കണ്ണ് പൂട്ടി തുറക്കുന്നതിൻ്റെ സമയം. ഒരു കണ്ണ് തുറക്കത്ത സമയം മൈക്രോ സെക്കൻഡ് വരെ കണ്ണൊന്ന് പൂട്ടി തുറക്കണം. കണ്ണ് പൂട്ടി തുറക്കുന്ന സന്ദർഭത്തിൽ അത്രയും വേഗതയിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഒരാൾ അകിടിൽ നിന്ന് പാല് കറന്ന് ഒരു കറക്കൽ കഴിഞ്ഞ് മറ്റേ കറക്കലിൻ്റെ അതിൻ്റെ ഇടയിൽ പാലിങ്ങനെ കറന്നുകൊണ്ടിരിക്കല്ലേ, ആ കറക്കുന്നതിനിടയ്ക്കുള്ള സമയമുണ്ടല്ലോ, അത് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ഒരു പാല് കറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ കറക്കുക. ഇത് നബി ഉദാഹരണം പറഞ്ഞ ആ അറബികളെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ള ഉദാഹരണം നബി പറഞ്ഞ. ഇന്നിപ്പോൾ ആരാ പാലിറക്കൽ?
വെള്ളൂലുണ്ടാവും കേട്ടോ, ഇല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് നബിസ്വലാസം ഇത് ഉദാഹരണം പറയാൻ കാരണം എന്താ വെച്ചാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും പരിചിതമായ ഒരു ഉദാഹരണം നബിസ്വലാസം പറഞ്ഞു. എന്നാൽ അത്രയും പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക. അപ്പം അള്ളാഹിൻ്റെ അതാബ് പെട്ടെന്നാണ് വരിക. ഇപ്പം ലൂത്ത് നബിൻ്റെ ഖൗമിൻ്റെ അതാബൊക്കെ ഒറ്റ രാത്രി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ആദ സമുദായത്തെ നശിപ്പിച്ചതും ഒക്കെ സുബൈൻ്റെ സമയത്തൊരു സുപ്രഭാതത്തിലാണ്. അതാണ് എത്തിയും ബഗതത്തൻ ഫതബ്ഹതുഹും. ബുഹിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബുഹിത അല്ലദീ കഫറ എന്ന് പറഞ്ഞാൽ എന്താ ബുഹിത എന്ന് പറഞ്ഞാൽ? ബുഹിത അല്ലദീ കഫർ ഫിറഔനെ പറ്റി പറഞ്ഞില്ലേ, നമ്രൂദിനെ പറ്റി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ചോദിച്ചല്ലോ അള്ളാഹിനെ മരിപ്പിക്കുക. അപ്പം പറഞ്ഞ അനഹി വമീത്. പിന്നെ എന്നാ ആയിക്കോട്ടെ, എൻ്റെ അള്ളാഹ് സൂര്യനെ കേൾക്കുന്നുകൊണ്ടിരുന്നു പടിഞ്ഞാറ്. ബുഹിത്തല്ലതിക്ക, ബുഹിത്ത് എന്ന് പറഞ്ഞാൽ വായ ഉത്തരം മുട്ടിപ്പോയി. ഫതബ്ഹതുഹു എന്ന് പറഞ്ഞാൽ അതവരെ അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവരെ നിശ്ചലമാക്കിക്കളയും, അതുപോലെ വായ പൂട്ടിക്കളയും. ഏത് യഥാബ് അള്ളാഹിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അവരെ അത് അത്ഭുതപ്പെടുത്തുകയും പിന്നെ അവരെ ആശ്ചര്യപ്പെടുത്തുകയും അവർക്ക് ഉത്തരമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് തബ്ഹതു എന്ന് പറഞ്ഞത്. അതുണ്ടാക്കും. ഒരിക്കലും അത് അവർക്ക് തടുക്കാനോ പിന്നെ അവിടെ ന്യായീകരിച്ചിട്ട് അങ്ങനെയല്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പറ്റുകയില്ല, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദാബ് ഒരു മനുഷ്യൻ ഒരിക്കലും താങ്ങാൻ. അപ്പോൾ ബഹത്ത എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ അത്ഭുതമുണ്ടാക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ശരിക്ക് അദാബ് വരുമ്പോൾ അതിൻ്റെ കൃത്യമായ സമയത്തെ സംബന്ധിച്ച് പ്രവാചകന്മാർക്ക് പോലും വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ നാടിന്ന് വേഗം പോകാൻ വേണ്ടി പറയുന്നുണ്ട്. ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ പ്രവാചകന്മാരോടൊക്കെ വേഗത്തിൽ, കാരണം എപ്പോഴാണ് വരിക എന്നറിയില്ല, പക്ഷെ അധികവും അള്ളാഹുവിൻ്റെ അദാബ് വരുന്ന സമയം ഏതാണ്? സുബഹിൻ്റെ സമയം. ഫസബാഹൽ മുന്തിരീൻ. മാത്രമല്ല സുബൈൻ്റെ ആ സമയത്താണ് അധിക അപകടങ്ങളും സംഭവിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളതൊക്കെ ആണെങ്കിലൊക്കെ അധികവും ആ സമയത്തായിരിക്കും. പിന്നെ സുബഹിൻ്റെ തൊട്ട് മുമ്പുള്ള ആ സമയം, മനസ്സിലായില്ലേ? അതിലിപ്പോൾ ഈ വൈദ്യശാസ്ത്രം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയുള്ള സമയം അതാണ്, സുബഹിൻ്റെ മുമ്പുള്ള സമയം. സുബ്ഹാൻ, നിങ്ങൾ ആലോചിക്കുക, ആ സമയത്താണ് ഖിയാമുൽ ലൈൽ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാനും അവസാനത്തെ സമയമുണ്ടല്ലോ, സുലുസുൽ ലൈൽ അഖീർ എന്ന് പറഞ്ഞാൽ രാത്രിൻ്റെ 1/3 അവസാനിക്കുന്ന സമയമുണ്ടല്ലോ. ആ സമയത്താണ് അതോബിൽ അസ്ഹാരിഹും ഇസ്തഗ്ഫിറൂൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇസ്തിഗ്ഫാറിൻ്റെ സമയം. അപ്പോൾ അത് ഹൃദയത്തിന് ശരിക്കൊരു ശാന്തതയാണല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു തുമനീനത്തുണ്ടല്ലോ. ശരിക്കും ആ സമയത്താണ് മനുഷ്യൻ്റെ, ഇതൊക്കെ വൈദ്യശാസ്ത്രം പറഞ്ഞ കേട്ടോ, അള്ളാഹു ആലം, ഹൃദയാഘാതങ്ങൾക്ക് കൂടുതൽ സാധ്യത ആ സമയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബൊക്കെ അധികം ഇറങ്ങിയിട്ടുള്ളത് ആ സന്ദർഭങ്ങൾ തന്നെയാണ്. അപ്പോൾ സുബൈക്ക് പള്ളിക്ക് വരാതെ ഇങ്ങനെ കടന്നിറങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അദാബ് ഒന്നെന്താ വെച്ചാൽ റസൂൽ പറഞ്ഞാൽ എന്താ, അവൻ്റെ ചെവിയിൽ എന്ത് ചെയ്യും? ശൈത്താൻ മൂത്രയിക്കും. ആ മൂത്രയിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പിയൊക്കെയൊന്നും കാണുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് യാഥാർത്ഥ്യം തന്നെയായിരിക്കും. കാരണം പിശാച് ഇപ്പോൾ വസ്വാസം ഉണ്ടാക്കും, നമുക്ക് എല്ലാവർക്കും അറിയാലോ. വസ്വാസം ഉണ്ടാക്കുന്ന നമ്മളാരും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പോൾ പിശാചിൻ്റെ നമ്മളെ കുട്ടീൻ്റെ മൂത്രം തന്നെ നമ്മളെ മേത്തായി നമ്മൾ കേൾക്കൂലേ? ഞങ്ങൾ ചിന്തിച്ച് നോക്കിയാണ്, നമ്മുടെ രക്തത്തിൽ പറഞ്ഞ നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ മൂത്രം എൻ്റെ ചെവി കഴിഞ്ഞാൽ അവിടെ കടന്നോട്ടെ ആണെങ്കിൽ നിൽക്കുമോ? വേഗം കഴുകിക്കളിയില്ലേ? എന്നാൽ ഇന്ന ശൈത്താനുലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ എന്ന് പറഞ്ഞ ശൈത്താൻ്റെ മൂത്രം കൊണ്ടാണ് നമ്മൾ രാവിലെ നീക്കണത്. എപ്പോൾ നീച്ചിട്ടില്ലെങ്കിൽ, സുബൈക്ക് നീച്ചിട്ടില്ലെങ്കിൽ. പിന്നെ ഓന് ശൈത്താൻ്റെ മൂത്രമായിട്ട് സുബഹിസ്കരിക്കണോന് പിന്നെ ഓന് എന്താ അള്ളാൻ്റെ ബർക്കത്ത് ഉണ്ടാവില്ലല്ലോ, ശരി. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവർക്കും, പ്രത്യേകിച്ച് സുബഹിസ്കരിക്കാത്തവർക്കും ജീവിതത്തിലൊരു ബർക്കത്തും ഉണ്ടാവില്ല. അത് പിന്നെ കുറേ പൈസ ഉണ്ടാവും, പക്ഷെ ആ പൈസ
ഒരു ബർക്കത്തില്ലാത്ത പണമായിരിക്കും. കാരണം ആ സമയം അത്രയും ബർക്കത്തുള്ള സമയമാണ്. അതാണ് ഫതബഹത്തും, അത് അവരെ ആശ്ചര്യപ്പെടുത്തും അല്ലെങ്കിൽ അവരെ അമ്പരപ്പിക്കുന്നതായിരിക്കും അള്ളാഹുവിൻ്റെ അദാബ്. ഫലാ യസ്തതീഊൻ, അവർക്കൊരിക്കലും സാധിക്കുകയില്ല. താഅത്ത് എന്ന് പറഞ്ഞ കഴിവ്, ത്വാഖത്ത്. ഫലാ യസ്തതീഊന റദ്ദഹ, അതിനെ തടുക്കാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഇത് എത്ര ശരിയാണ് പടച്ചോൻ. അള്ളാഹിൻ്റെ അദാബ് വന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ ഒരാൾക്കും സാധിക്കില്ല. ഇപ്പോൾ സുനാമി വന്നു, കൊടുങ്കാറ്റ് വന്നു, പ്രളയം വന്നു, അതുപോലെ തന്നെ എന്തൊക്കെ ദുരന്തങ്ങൾ, മണ്ണിടിച്ചിൽ, മറ്റത് പ്രളയം, ഇതൊന്നും അള്ളാഹിൻ്റെ അദാബ് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ വരുമ്പോൾ ഫലാ യസ്തതീഊന റദ്ദ. അപ്പം ഭൂമിയാണ് കുലുങ്ങുകയാണെങ്കിൽ എന്താ മനുഷ്യൻ കാട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറി നിൽക്കാന്നല്ലാതെ ആ ഭൂമിയെ പിടിച്ചു നിർത്താൻ ഫലാ യസ്തതീഊന റദ്ദഹ വലാ ഹും യുൻദറൂൻ, പിന്നീട് ഒരിക്കലും അവർക്ക് അവധി നൽകപ്പെടുന്നതുമില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അദാബ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒച്ച ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യൂല, പിന്നെ അദാബ് നീട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. യുൻദറൂൻ എന്ന് പറഞ്ഞാൽ അവധി നിർണ്ണയിക്കപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് അവധി കൊടുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പം അള്ളാഹുവിൻ്റെ അദാബ് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ ഒരു ആൾക്കും ഉണ്ടാവില്ല. ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ അദാബ് ഏത് സന്ദർഭത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബ് ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ചോദിച്ചു വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അനാവശ്യമായ തിരക്കൂട്ട്. റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കും മാല മുസ്താജിൽ, അവൻ തിരക്കൂട്ടാത്തിടത്തോളം കാലം. എനിക്കെന്താ പഠിച്ച ഉത്തരം തരാത്ത. അപ്പം നമ്മളൊരു കാര്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അള്ളാഹ് തരുന്നുണ്ടാവില്ല. അതൊരു പക്ഷെ തരാത്ത എന്തുകൊണ്ടായിരിക്കും? നമുക്കതായിരിക്കും ഹൈർ. ചില ആളുകൾക്ക് അള്ളാഹു സന്താനങ്ങളെ കൊടുക്കൂല, ചില ആളുകൾക്ക് സന്താനം ധാരാളമായിട്ട് കൊടുക്കും. ചിലപ്പോൾ സന്താനം കൊടുക്കാത്തായിരിക്കും ഹൈറുണ്ടാകുക. ചിലർക്ക് സമ്പത്ത് അള്ളാഹ് കൊടുക്കൂല, ചിലർക്ക് അധികാരം കൊടുക്കൂല. വിശ്വാസം പറഞ്ഞില്ലേ, ഒരു സഹാബി വന്നിട്ട് ഇന്ന അമീറാക്ക് എന്ന് പറഞ്ഞപ്പോൾ നബി എന്താ പറഞ്ഞത്? അധികാരം പരലോകത്തെന്തായിരിക്കും, നിനക്ക് ഭാരമായിരിക്കും, അതുകൊണ്ട് നിനക്കത് വേണ്ടാന്ന് പറഞ്ഞു. നമുക്കിവിടെ ചില സംഘടനയിലൊക്കെ സീറ്റിട്ടാൽ ഇറങ്ങിപ്പോല. യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിപ്പിക്കപ്പെട്ടെങ്കിലല്ലാതെ ഏറ്റെടുക്കാൻ ഒരിക്കലും ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. ഇനി എപ്പോൾ ചോദിച്ചു വാങ്ങാൻ ചോദിച്ചാൽ താനല്ലാത്ത ഒരാളത് നിർവഹിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംവിധാനം തന്നെ പൂർണ്ണമായി തകർന്നു പോകുമെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ചോദിക്കാം. പക്ഷെ അത് അധികാരക്കൊതി കൊണ്ടല്ല ചോദിക്കണത്. അവിടെ മസ്ലഹത്താണ് പരിഗണിക്കുന്നത്. ഞാനത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അവിടെ സംവിധാനം തകർന്നു പോകുന്നുണ്ടാകുന്ന അവിടെ തൻ്റെ വിഷയമല്ല, അവിടെ മസ്ലഹത്താണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് വലാഹും യുൻദറൂൻ, അവർക്കൊരിക്കലും അവധി നൽകപ്പെടുന്നതുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അദാബ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തടുക്കാനും അതിൽ രക്ഷപ്പെടാനും ഒരു മനുഷ്യനൊരിക്കലും സാധിക്കുകയില്ല. എല്ലാ ആർക്കൊക്കെ ശിക്ഷ വരേണ്ടതുണ്ടോ ആ ശിക്ഷ വന്നവർക്കൊക്കെ തന്നെയും അത് ബാധിച്ചിട്ടേ ആ ശിക്ഷ അവസാനിക്കുകയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. ഏത് ശിക്ഷ എടുത്ത് നോക്കിയാലും അതങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കള്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അള്ളാഹുവിൻ്റെ അദാബ് വരാം. ഇപ്പോൾ പ്രത്യേകിച്ചും റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഒരു സമൂഹത്തിൽ പരസ്യമായ വ്യഭിചാരവും അതുപോലെ തന്നെ സാമ്പത്തിക അതിക്രമങ്ങളൊക്കെ ഉണ്ട്. ഫഖദ് ഇസ്തഹല്ലു അദാബല്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിനെ അവർ ഹലാലാക്കിയിരിക്കുന്നു, ചോദിച്ച് ഹലാലാക്കിയിരിക്കുന്നു. ഇസ്തഹല്ല എന്ന് പറഞ്ഞാൽ ഹലാലാക്കി ചോദിക്കുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? പരസ്യമായ വ്യഭിചാരങ്ങൾ ഒരു നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഇസ്തഹല്ലു അദാബല്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിനെ അവർ സ്വന്തത്തിനുമേൽ ഹലാലാക്കിയിരിക്കുന്നു എന്നാണ്. ഹലാലാക്കിയിരിക്കുന്നു. ഇപ്പം ഈ ചുംബന സമരമൊക്കെ നടന്ന ഉഗാണ്ടയിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലല്ല.
അല്ലേ? പണ്ടൊക്കെ സ്കൂളിട്ട് പോലെ ഇങ്ങനെ കുട്ടികളൊക്കെ നമ്മളെ സ്കൂളിൽ പഠിക്കാനകത്ത് ഒരു സൈഡിൽ ആൺകുട്ടികളും ഒരു സൈഡിൽ പെൺകുട്ടികളും ഇല്ലേ? ഇപ്പം എന്താ അവസ്ഥ? ഇപ്പം ആൺകുട്ടികളെക്കാട്ടിലും മോശമാണ് നമ്മളെ പെൺകുട്ടികൾ. നമ്മൾ തട്ടട്ട പെൺകുട്ടികളാണ് ഇപ്പോൾ പിന്നെ ചാടാനും പിടിക്കാനും DJ-ക്കും എല്ലാത്തും നമ്മൾ ആൾക്കാർ തന്നെ. അപ്പം അതൊന്നും ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളൊരു പിന്നെ എന്താ പറയുക, ഒരു ഔട്ടായിപ്പോയണ ഒരു അപരിഷ്കൃത ഒരു 6-ാം നൂറ്റാണ്ടിലിങ്ങനെ ജീവിക്കണ. ശരിക്ക് വിശ്വാസം പറഞ്ഞാൽ എന്താ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഗരീബായിരിക്കും എപ്പോഴും. ബദഅ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം എന്ന് പറഞ്ഞ ആളുകൾക്ക് എപ്പോഴും അപരിചിതമായിരിക്കും. ഇത് ആടിയും വെച്ച് പെരിയാൾ ഇതൊക്കെ കണ്ടോ, ഈ തലയെ തുപ്പിട്ട് കുറേ മുഖം മറിച്ച് അല്ലെങ്കിൽ പർദ്ദട്ട്. ഇപ്പം നിങ്ങൾ ഒരു മുസ്ലിങ്ങളെ കല്യാണത്തിന് പോയിക്ക് എത്ര പെണ്ണുങ്ങൾ പർദ്ദട്ടുണ്ടാവും? ഞാൻ പറഞ്ഞത് പർദ്ദൻ, ഞാൻ പറഞ്ഞത് ഒരു ഇസ്ലാമിൻ്റെ മാന്യമായ വസ്ത്രം ധരിച്ച ഇപ്പോഴത്തെ കല്യാണത്തിന് എന്താ വെച്ചാൽ, ഞാനത് വിഷയം കഴിഞ്ഞാൽ പറയാം. ഇപ്പോഴത്തെ കല്യാണത്തിനെന്ന് വെച്ചാൽ ആണും പെണ്ണും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇപ്പം എല്ലായിടത്തും ഇപ്പം എല്ലാ സെൽഫികളും എല്ലാ കല്യാണത്തിനൊക്കെ വ്യാപകമായിട്ട് വരും. അതൊരു പ്രശ്നമില്ലാത്ത എന്ന് പറഞ്ഞാൽ ആണുങ്ങളോട് ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളോട് ഇരിക്കണമെന്നില്ല, ഒരു പ്രശ്നമില്ലാത്ത. ഇനിയിപ്പോൾ നോക്കണ്ട, ഇനി ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് വേറെ സ്ഥലം, പെണ്ണുങ്ങൾക്ക് ഇതെന്താ അങ്ങനെ എന്ന് ചോദിക്കണ അവസ്ഥ ഉണ്ടാവും. നോക്കണ്ടി അവിടേക്കാ പോകണം എന്ന് പറഞ്ഞാൽ എല്ലാം ആണും പെണ്ണും മിംഗ്ലിങ്ങായി ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹത്തെ കൊണ്ടുവരണം എന്നാണ് ആരാഗ്രഹിക്കണത്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആഗ്രഹിക്കണത്. അതിന് ഏറ്റവും വലിയ തടസ്സം ആരാണ്? നമ്മളെ കൗമാണ്. നസ്രാനിക്കും കാഫിറിനൊക്കെ ഇപ്പം എന്ത്, ഓർക്കൊക്കെ പോലെ സംസ്കാരം തന്നെ അതല്ലേ. അത് തടസ്സം നിൽക്കണം നമ്മൾ. അപ്പം നമ്മുടെ കൗമിൻ്റെ പുതിയ തലമുറയെ ഇത് പഠിപ്പിച്ച് അതിനാണ് സ്കൂളിലൊക്കെ ഈ NSS ക്യാമ്പിലും മറ്റൊക്കെ ഇതിങ്ങനെ കുത്തിവെക്കാണ്. കുത്തിവെച്ച് അപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് തോന്നുകയാണ് നമ്മളിപ്പോൾ എന്താണ് പെണ്ണും വ്യത്യാസം, നമ്മളും മനുഷ്യന് ഓളും മനുഷ്യന്. അതൊക്കെ പിന്നെ സാധാരണ പറയലുണ്ടല്ലോ, വാഴ മുള്ളുമുക്ക് വീണാലും മുള്ളു വാഴമുക്ക് വീണാലും കേടാർക്കേ പറ്റുള്ളൂ, വാഴയ്ക്ക് പറ്റും. അത് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഞാൻ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.